നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മക്കളുണ്ടായിരുന്നു? നമ്മൾ അതിനെപ്പറ്റി ഒരു പാട്ടിലൂടെ എണ്ണം പഠിച്ചായിരുന്നു അല്ലേ? അല്ലേ? ആദ്യത്തക്കം ഒന്നാണ്, ആകെ പടച്ചവൻ ഒന്നാണ്, ഒന്നും രണ്ടാണ്, ഷഹാദകൾ രണ്ടാണ്, ഒന്നും മൂന്നാണ്, ശ്രേഷ്ഠമാം പള്ളികൾ മൂന്നാണ്, ഒന്നും നാലാണ്, കിതാബുകൾ എണ്ണം നാലാണ്, ഒന്നും അഞ്ചാണ്, ഇസ്ലാം കാര്യം അഞ്ചാണ്, ഒന്നും ആറാണ്, ഈമാൻ കാര്യം ആറാണ്, ഒന്നും ഏഴാണ്, നബിയുടെ മക്കൾ ഏഴാണ്. ആദ്യത്തക്കം ഒന്നാണ്, ആകെ പടച്ചവൻ ഒന്നാണ്, ഒന്നും രണ്ടാണ്, ഷഹാദകൾ രണ്ടാണ്, ഒന്നും മൂന്നാണ്, ശ്രേഷ്ഠമ പള്ളികൾ മൂന്നാണ്, ഒന്നും നാലാണ്, കിതാബുകൾ എണ്ണം നാലാണ്, ഒന്നും അഞ്ചാണ്, ഇസ്ലാം കാര്യം അഞ്ചാണ്, ഒന്നും ആറാണ്, ഈമാൻ കാര്യം ആറാണ്, ഒന്നും ഏഴാണ്, നബിയുടെ മക്കൾ ഏഴാണ്. ഏഴ് മക്കളുണ്ടായിരുന്നു. എത്ര മക്കളുണ്ടായിരുന്നു? 7 മക്കൾ. മുസ്ലിംബിയുടെ മക്കളുടെ പേരൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് മറക്കരുത്. ആന്മാരുടെ പേരാ, മക്കളുടെ പേരാ പറയുമ്പോ ബഹുമാനത്തോട് പറയണ്ടേ? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പൊ നമ്മൾ ആ മുത്തുനബിയുടെ മക്കളുടെ പേര് നമുക്കൊന്ന് പഠിക്കാം. എന്തൊക്കെയാണെന്ന് അറിയോ? ഞാൻ പറയുന്നതും ശ്രദ്ധിച്ചു നോക്കണം. ഒന്ന് സയ്യിദുന ഖാസിം റളിയല്ലാഹു അൻഹു, ആണുങ്ങളാവുമ്പോൾ എന്ന് പറയും റളിയല്ലാഹു. രണ്ടാമത്തെ വേറൊരു മകന്റെ പേരാണ് അബ്ദുല്ല റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ഒരു മകന്റെ പേരാണ് സയ്യിദുന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഇനിയുള്ളത് 4 പെൺമക്കളാണ്. അപ്പൊ ആൺമക്കൾ എത്ര പേരുണ്ട്? 3 പേര്. അവർ പഠിച്ചു കഴിഞ്ഞ പേരുകൾ ഇല്ല. ഇത് നാലാമത്തെ പറയാ സൈനബ് റളിയല്ലാഹു അൻഹ. അൻഹു പറയുവോ? ഇല്ല. പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് റുഖിയ റളിയല്ലാഹു അൻഹ. ഇനി സയ്യിദുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇനി അടുത്ത ഒരു മോളുടെ പേരെന്താ? ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. നമ്മുടെ പേര് പഠിച്ചില്ലേ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പേരൊന്ന് പറഞ്ഞേ. ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. പേരൊക്കെ പഠിച്ചില്ല. പേര് മറക്കരുത്. അപ്പൊ അവരെ കുറിച്ച് നമുക്ക് നമ്മുടെ പുസ്തകത്തിലുള്ള വെയിറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പാടിത്തരാം. അത് നിങ്ങൾ കാണും കേട്ടാ. وأم كلثوم خديجة الكبرى بترتيب أمه أتاه إبراهيم من سوريا وأمه مارية القبطية. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാട്ട് പഠിക്കാം ഇല്ലേ? എല്ലാവർക്കും പാടാൻ പറ്റിയ ഒരു പാട്ടുണ്ട്, രസകരമായ പാട്ട്. എന്താണെന്ന് അറിയാമോ? കാറ്റേ കാറ്റേ പൂങ്കാറ്റേ പഠിക്കും. കാറ്റേ കാറ്റേ പൂങ്കാറ്റേ മുത്തുനബിയുടെ പേരെന്ത്? മുത്തുനബിയുടെ പേരെന്ത്? മുത്തുനബിയുടെ പേരാണ് മുത്തുനബിയുടെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. കിളിയേ കിളിയേ പൈങ്കിളിയേ, കിളിയേ കിളിയേ പൈങ്കിളിയേ, അന്ത്യറസൂലിൻ നാടേത്? അന്ത്യറസൂലിൻ നാടേത്? അന്ത്യറസൂലിൻ നാടാണ്. അന്ത്യറസൂലിൻ നാടാണ് മക്ക എന്നൊരു വിദേശം. മക്ക
എന്നൊരു തിരുദേശം. തത്തേ പൊന്തത്തേ തത്തേ തത്തേ പൊന്തത്തേ നബിയുടെ മുപ്പതൻ പേരെന്തേ നബിയുടെ ഉപ്പതൻ പേരെന്ത്? നബിയുടെ മുപ്പതൻ പേരാണ് നബിയുടെ ഉപ്പതൻ പേരാണ് എന്നൊരു തിരുനാമം. അബ്ദുള്ള എന്നൊരു തിരുനാമം. തുമ്പി തുമ്പി പൂത്തുമ്പി തുമ്പി തുമ്പി പൂത്തുമ്പി നബിയുടെ ഉമ്മതൻ പേരെന്ത് നബിയുടെ ഉമ്മതൻ പേരെന്ത്? നബിയുടെ ഉമ്മതൻ പേരാണ് നബിയുടെ ഉമ്മതൻ പേരാണ് ആമിന എന്നൊരു പൊന്നാമം. ആമിന എന്നൊരു പൊന്നാമം. കുയിലേ കുയിലേ പൂങ്കുയിലേ കുയിലേ കുയിലേ പൂങ്കുയിലേ വഫാത്തവിലേ അന്യറസൂലും വഫാത്തെവിടെ? അഞ്ചരത്തോളം നടന്നത് അന്യറസൂലും വഫാത്ത് നടന്നത് സുന്ദരമായ മദീനയതിൽ സുന്ദരമായ മദീനയിൽ. സുന്ദരമായ മദീനയതിൽ സുന്ദരമായ മദീനയിൽ. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നെരുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ നമുക്ക് പോണ്ടേ? മദീനത്തിൽ പോണം. ഹജ്ജ് ഉംറ ചെയ്യണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാൻ ചെയ്യണം. അതോടൊപ്പം നമുക്ക് ആ പാട്ടൊന്ന് പാടാം. അപ്പൊ അറിയാവുന്നവരെ ഒന്ന് പാടിക്കോ. കാറ്റേ കാറ്റേ പൂങ്കാറ്റേ മുത്തുനബിയുടെ പേരെന്ത്? മുത്തുനബിയുടെ പേരാണ് മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. കിളിയേ കിളിയേ പൈങ്കിളിയേ അന്ത്യറസൂലിൻ നാടേത്? അന്ത്യറസൂലിൻ നാടാണ് മക്ക എന്നൊരു തിരുദേശം. തത്തേ തത്തേ പൊന്തത്തേ നബിയുടെ ഉപ്പതൻ പേരെന്ത്? നബിയുടെ ഉപ്പതൻ പേരാണ് അബ്ദുള്ള എന്നൊരു തിരുനാമം. തുമ്പി തുമ്പി പൂതുമ്പി നബിയുടെ ഉമ്മതൻ പേരെന്ത്? നബിയുടെ ഉമ്മതൻ പേരാണ് ആമിന എന്നൊരു പൊന്നാമം. കുയിലേ കുയിലേ പൂങ്കുയിലേ അന്ത്യറസൂലും വഫാത്തെവിടെ? അന്ത്യറസൂലും വഫാത്ത് നടന്നത് സുന്ദരമായ മദീനയിൽ. സുന്ദരമായ മദീനയിൽ. പാട്ടുകളെല്ലാം എല്ലാവർക്കും പാടിക്കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മുസ്ലിം മക്കളെ പേര് നമ്മൾ പഠിച്ചത് നല്ലൊരു പാട്ടുകൾ നമുക്ക് പാടാം അല്ലേ? കേട്ടോ. മുസ്തഫായ നബിക്ക് ഏഴാകുന്ന സന്താനങ്ങള് പുണ്യമാണവരേഴു പേരെ മയവിലക്കല് നമ്മള്. പാട്ടുകൾ പഠിച്ചിട്ടില്ലയോ? അപ്പൊ രണ്ടുപേരും പാടിയ മുസ്തഫായ നബിക്ക് ഏഴാകുന്ന സന്താനങ്ങള് പുണ്യമാണവരേഴു പേരെ മയവിലക്കല് നമ്മള്. ഖാസിം സൈനബ് റുഖ്യ ഫാത്തിമ ഉമ്മു കുൽസും അബ്ദുള്ള ഇവരെ ആറിനെ പെറ്റ മാതാവാ ഖദീജ റളിയല്ലാഹ്. ഏഴ് ഇബ്രാഹിം തൻ പ്രിയ ഉമ്മ മാരിയ ഖിബ്തിയ ഈജിപ്ഷ്യൻ രാജാവ് സമ്മാനിച്ചു നബിയിൽ മാരിയ. ഇവരിൽ അബ്ദുല്ലാഹി ഇബ്രാഹിം ഒഴിച്ചെല്ലാവരും ജാതരാനുഭവത്തിനും മുമ്പ് എന്നറിയേവരും. മക്കളിൽ പ്രഥമം ജനിച്ചത് കാസിമാണെന്നറിയണേ. ആദ്യമായി വഫാത്ത് പൂകിയ പൊന്നുമോനാണോർക്കണേ. ശൈശവത്തിൽ തന്നെ മരണം പൂകിയ അബ്ദുല്ലാഹിയും സൂറ കൗസർ ഇറങ്ങുവാൻ സബബായ താപൂമേനിയും. നബി മകൻ ഇബ്രാഹിം മൗത്തായി തമ്പാല്യത്തിലെ സൂര്യഗ്രഹണം അന്ന് സംഭവിച്ചതും ചരിതത്തിലെ. മുത്തുനബിയുടെ പെൺകിടാങ്ങൾ അവർ വിവാഹിതരായി. നാൽവരും ദീൻ പൂകി ഹിജ്റ